വീണ പറഞ്ഞത് സത്യ. ആരും എന്നെ തടയാൻ വരണ്ട. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അതിന് നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ എങ്ങോട്ട് പോയാലെന്താ? ആർക്കാ ചെയ്തെവിടെ? മോളെ വീണേ, നീ ഇവളുടെ ബാഗ് വാങ്ങി അകത്ത് വെച്ചേ. ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. വിട. ഇനി ആരും എന്നോടൊന്നും പറയണ്ട. ഞാൻ എന്റെ കൂട്ടുകാരി താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് പോവാ. അവളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഹോസ്റ്റലിലേക്കോ? അതെ, ഹോസ്റ്റൽ. ഇവിടെ കഴിയുന്നതിലും ഭേദം ഹോസ്റ്റലിൽ താമസിക്കുന്ന തന്നെയാ. അല്ലെങ്കിൽ പറയേ, ഇവിടെ എന്തെങ്കിലും വിലയുണ്ടോ എനിക്ക്? എന്റെ കാര്യത്തിൽ എന്തെങ്കിലും വേവലാതി? ഞാൻ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന കാശ് ഈ വീട്ടിലെ ആവശ്യത്തിന് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? അതൊക്കെ അമ്മയ്ക്കും അറിയാം. പക്ഷെ എന്നെ ഈ വീട്ടിൽ ആർക്കും ഒരു വിലയില്ല. അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ എന്തിനാ നിൽക്കുന്നേ? വിനേട്ടന്റെ രോഹിണിയുടെ സങ്കടങ്ങളൊക്കെ നിങ്ങൾ തീർത്തു. എന്നാ എന്നെ ഇഷ്ടപ്പെട്ട് പെണ്ണ് ചോദിച്ചു വന്ന ഒരാൾക്ക് പുല്ല് വില കൊടുത്തോ? ഞാൻ ഇന്ന് വരെ ഒരാവശ്യം ഈ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും എന്നെ ചോദിച്ച ഒരാൾ ഇങ്ങോട്ട് വരുമ്പോ അതെങ്കിലും ഗൗരവമായിട്ട് എടുക്കുന്ന ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു. ആ പ്രതീക്ഷയും കൈവിട്ടു പോയി. അതുകൊണ്ടാ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. മോളെ, നീ വെറുതെ അവിവേകം ഒന്നും കാണിക്കല്ലേ. ആ കാര്യത്തിൽ വിനയനും കൂടി വന്നിട്ട്. അവിവേകമല്ല, എനിക്ക് ഇപ്പോഴാ വിവേകം ഉണ്ടായത്. നിങ്ങൾ ആളെ വിട്, ഞാൻ പോവാ. ഹാ, നിങ്ങൾക്ക് പ്രേമിക്കാനുള്ള പുതിയ മരുമോള് വന്നിട്ടുണ്ടല്ലോ. പല്ലക്കും സേവകരെയൊക്കെ വിളിച്ച് എഴുന്നള്ളിച്ച് അകത്തേക്ക് കൊണ്ടുപോ. വിമലേച്ചി ഇതെവിടെ പോകുന്നു? വിമലേച്ചി ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അപ്പൊ പിന്നെ വിമലേച്ചിയുടെ കല്യാണം എങ്ങനെ നടക്കും? മുത്തശ്ശനും വിസ്മയും കൂടി ഹരീന്ദ്രന്റെ വീട്ടിലേക്ക് പോയിരിക്കുവാ ആ കല്യാണം ഉറപ്പിക്കാൻ. രോഹിണി എന്താ പറഞ്ഞേ? വിസ്മയും മുത്തശ്ശനും കൂടെ ഹരീന്ദ്രന്റെ വീട്ടിലേക്ക് പോയിരിക്കുവാ. നിങ്ങളുടെ കല്യാണം തീരുമാനിക്കാനാ പോയത്. എന്താ വിമലേ, നിനക്ക് സന്തോഷായില്ലേ? ആ, ഇനി ആ ബാഗ് അങ്ങ് അകത്തേക്ക് വെച്ചേക്ക്. വേണ്ട വേണ്ട വേണ്ട, എന്തായാലും ഇറങ്ങിയതല്ലേ, ഇനി ഹോസ്റ്റലിലേക്ക് പോയാ മതി. നീ പോടി അവിടുന്ന്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.